ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളൊന്ന് കണ്ടു നോക്കണേ. ഞാനിന്ന് ചക്ക അവിയലും ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ തലക്കറിയുമാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആ ചക്ക അവിയലിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോഴേക്കും തന്നെ ഞാൻ മീനൊക്കെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് തലയെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഷ്ണം എടുത്തിട്ടുണ്ട്. മോക്കൊക്കെ തല കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ തലക്കറി വെക്കുന്നത്. അപ്പം ഇത് കൊഴിയാളയും അയലയുടെയും തലയാണ് കേട്ടോ. അപ്പം കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ട് അതിൻ്റെ തല മാത്രം എടുത്തു. ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനൊരു ചെറിയ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഫുൾ ഉലുവയാണ്, പൊടിയല്ല, ഉലുവ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1.25 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതിനുശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും ആവശ്യത്തിന് പുളിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് തേങ്ങ, അതായത് ഒരു 1.5 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷമാണ് അരച്ചെടുക്കാനുള്ളത്. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തലയുണ്ടല്ലോ, കുഞ്ഞു തലയിൽ, അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ ഞാൻ ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഒരു പകുതി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല വൃത്തിയായിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്ക ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടും കൂടെ തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ, ഞാനിന്ന് കാന്താരി മുളക് വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വറ്റൽമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ല മുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം, പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കുക്കായിരിക്കുന്ന ചക്കയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ മസ്റ്റായിട്ടും വേണം കേട്ടോ. ടേസ്റ്റ് അപാരമായിട്ട് വരും. അതിനുശേഷം ഞാൻ അതൊന്ന് ഇളക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള തലക്കറിയും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉഗ്രൻ ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാനും. അപ്പം ചോറ്, രസം, മീൻ പൊരിച്ചത്, പിന്നെ നമ്മുടെ തലക്കറിയും നമ്മുടെ ചക്ക അവിയലും, അയ്യോ ഒന്നും പറയണ്ട, ഉഗ്രൻ ടേസ്റ്റായിരുന്നു. കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.